ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിത് ഇന്ന് സോയാബീൻ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ആ സോയാബീൻ ഉരുളം കൂടി ഒരുമിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ വേവിച്ച് അതിൽ നിന്ന് വെന്തെടുത്ത ഉരുളം കഴിഞ്ഞും സബോള ഇട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കാണ് കേട്ടോ. ഒന്നൊന്ന് വാട്ടിയെടുക്കാണ്. അപ്പോൾ തന്നെ കുറച്ച് ഉപ്പിടണം, കുറച്ച് ഉപ്പിട്ടു, പിന്നെ വേറെ ചേർത്തില്ല. നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. എന്നിട്ട് തന്നെ സോയാബീൻ നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറുക്കിട്ടു കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് മറിച്ചെടുക്കണ്ടേ. നന്നായിട്ടൊന്ന് ആക്കിയെടുത്തു. വൈകുന്നേരം സോയാബീൻ കറി വെക്കാൻ വിചാരിച്ചു. കാരണം ദോശ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഒന്ന് സോയാക്കറി മതിയല്ലോ. അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കേട്ടോ ഞാൻ. അതൊന്നും കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. നമുക്ക് കുറച്ച് വേറെ ഒരു വെറൈറ്റി ചെറിയ നാളികേരപ്പാൽ വയ്ക്കണം. വേറെ ഒന്നല്ല, മോര് കൂട്ടാൻ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അതും കൂടി വയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല കേട്ടോ. പിന്നെ അതൊരു ലേശം ഇട്ടുള്ളൂ. കുറച്ച് ലേശം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങനെ നാളികേരപ്പാൽ ഒഴിക്കാൻ പോകട്ടെ. കുറച്ചുള്ള ആകെ ചെറിയൊരു ഇതുള്ളൂ. ഒരു ഗ്ലാസ്സിൽ 1/4 ഭാഗം നാളികേരപ്പാൽ അതൊഴിച്ചു കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. നന്നായിട്ട് ഇളക്കി വരുമ്പോൾ പിന്നെ ഞാൻ ഒന്ന് കാച്ചെടുത്തു. സബോള ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ഇത്തിരി മുളക് പൊടി ഇട്ടൊന്ന് കാച്ചി സെറ്റാക്കി അത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മോര് കറി ഉണ്ടാക്കി. കാരണം നാളെ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. മോര് കറി ആക്കുക, ഒന്ന് ചൂടാക്കുക, പിന്നെ ചോറത് വൈകുന്നേരം തന്നെ അപ്പം വെച്ച് വയ്ക്കും. രാവിലെ തിളപ്പിച്ച് വിറ്റല്ലേ വേണ്ടോ. അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഒട്ടും നേരം ഉണ്ടാവില്ല. അതായത് എല്ലാവർക്കും 8 മണിയാകുമ്പോൾ പോകണം. എനിക്കും പോകണം, ചേട്ടനും പോകണം, എല്ലാവർക്കും പോകണം. അതിനുള്ള ഉണ്ണിയുണ്ട് യാത്രയാക്കലും എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ അതേ ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ ദോശ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കിടന്ന് അവിടെ നിന്ന് കരയുക, ഞാൻ ദോശ ഉണ്ടാക്കാം. അയ്യോ, ഒരു തൊയിലും തരുന്നില്ല എനിക്ക്, കണ്ടില്ലേ. അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ ഒക്കത്ത് വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ. അപ്പോൾ നല്ലോണമൊക്കെ പറഞ്ഞ് നമുക്ക് ദോശ ഉണ്ടാക്കാം, ദോശപ്പം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മേലക്കുട്ടി നല്ല കുട്ടിയായിട്ടാണ്. അതേ കുറച്ച് നേരം എൻ്റെ ഒക്കത്തിരുന്ന് പിന്നെ കുഴപ്പമുണ്ടായില്ല. വീഡിയോയിൽ ഇങ്ങനെ എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ദോശപ്പം ഉണ്ടാക്കാൻ പോവാന്ന്, അച്ഛന് കൊടുക്കണം, അച്ചാച്ചിക്ക് കൊടുക്കണം, മാമച്ചി കൊടുക്കണം, അങ്ങനെയൊക്കെ ഇടുന്ന് പറയുന്നുണ്ടായിരുന്നു. വെറുതെ കരയും ഞങ്ങൾ. ഇപ്പോൾ പുതിയ ആളെ കാന്താര സിനിമ കണ്ടു വന്നേ പിന്നെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ 2 കൈയിട്ടടിക്കും. എന്നിട്ട് വെറുതെ കാക്കാ പറഞ്ഞ് കരയും. അത് ഇപ്പോഴത്തെ ന്യൂ റിലീസ്. എത്ര നാൾ ഇങ്ങനെ ഉണ്ടായില്ല. അങ്ങനെ ആക്കും ചെയ്യും, നിലത്ത് കിടന്ന് ഉരുളും ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ മോഡൽ. ഞങ്ങളുടെ എല്ലാ പണികളും വൈകുന്നേരത്തെ കഴിഞ്ഞു. നാളെ രാവിലത്തെയും കഴിഞ്ഞു. നാളെ രാവിലെ എനിക്കൊക്കെ ചൂടാക്കാൻ സെറ്റ്. അപ്പം